Stop underestimating about your abilities. ഇന്ന് ഏതെങ്കിലും ഒരു 4 ചുവരുകൾക്കകത്തോ ഏതെങ്കിലും ഒരു ഡാർക്ക് ഏരിയക്കകത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാരിയറിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ ആവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ എബിലിറ്റീസിനെ കുറിച്ചിട്ട് ബോധവാന്മാരല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ കഴിവ് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കാണ്ട് നിങ്ങൾ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുക. ഐ കാൺട്ട് ഡു ദിസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അകത്താണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഞാൻ എല്ലാ വ്യക്തികളെയല്ല പറയുന്നത്, ഒരു ബൗണ്ടറിക്കകത്ത് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന വ്യക്തികളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളുടെ എബിലിറ്റീസിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവുണ്ടായിരിക്കും. അങ്ങനെ പല 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 കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു മനുഷ്യൻ്റെ ബ്രെയിനകത്ത് പോലും തോന്നാത്ത ചില സ്പെഷ്യൽ ആയിട്ടുള്ള എബിലിറ്റീസ് നിങ്ങൾക്കുള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ അത് അറിയാമെന്നുള്ള വ്യക്തി ആരാന്നറിയോ? നമ്മുടെ അപ്പനോ അമ്മയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഇവരൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ തന്നെയാണ്. നമ്മുടെ അകത്ത് കിടക്കുന്ന എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മാത്രമുള്ള ചില അറ്റ്മോസ്ഫിയറിനകത്ത്, നമ്മുടെ സിംഗിൾ അറ്റ്മോസ്ഫിയറിനകത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ, അതായത് നമ്മളോട് തന്നെ ഒന്ന് പയറ്റി തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ നമുക്കേ അറിയത്തുള്ളൂ നമ്മുടെ എബിലിറ്റീസ് എന്താണെന്ന്. സോ ഒരിക്കലും നിങ്ങളുടെ എബിലിറ്റീസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഓരോ എബിലിറ്റീസും, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സ്പെഷ്യൽ എബിലിറ്റീസിനെ നിങ്ങളൊന്ന് ഡിസ്കവർ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പീക്ക് ലെവലുള്ള ഒരു സെൽഫ് ഐഡി അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.